യെസ് ഫൈസൽ, കേൾക്കാമെങ്കിൽ ഇവിടെ പരാതിക്കാരിയുടെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസ് വഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ തെളിവെടുപ്പുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ കേസ് എത്രമാത്രം ഗൗരവതരത്തിലുള്ള ഒരു കേസാണ്? എത്ര കണ്ട് ഈ മൊഴികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുകളുണ്ട്? അപ്പൊ ഈ മൊഴിയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഈ തെളിവെടുപ്പും ഇനിയുള്ള നടപടികളുമൊക്കെ എങ്ങനെ തുടരാനാണ് സാധ്യത? സേഫു, അതായത് ഇനി ഈ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയും പോലീസിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കസ്റ്റഡി കാലാവധി സമയം വളരെ കുറവ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനമായും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു കേസിനെ പോലീസ് നേരിടാൻ ഒരുങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് അതിന്റെ ഡിജിറ്റൽ തെളിവുകളൊക്കെ ശേഖരിച്ചാണ് ഈ പോലീസ് ഈ പ്രധാനമായും രാഹുലിനെ എതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഏതായാലും ആദ്യ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകുന്നുണ്ട്. അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി തന്നെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകുന്നുമുണ്ട്. മൂന്നാമത്തെ കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഈ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് തിരുവല്ലയിലെ പത്തനംതിട്ടയിലെ ഒരു യുവതി നൽകിയ പരാതിയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് SITക്ക് മുന്നിൽ ഈ യുവതി മൊഴി നൽകിയത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് പാലക്കാട് KPM റെജൻസി ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം തിരിച്ച് പത്തനംതിട്ടയിൽ എത്തിക്കുന്നു. ഏത് കേസാണ് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന വീഡിയോ ഒക്കെ തന്നെയും അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ തന്നെ പോലീസ് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ AR ക്യാമ്പിൽ എത്തിച്ചു. AIG പൂങ്കുഴയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യലുണ്ടായിരുന്നത്. ആ ചോദ്യം ചെയ്യലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒട്ടും സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഈ അതിജീവിതയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാറ്റുകയാണ്.